ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഈ പർജിങ്ങിൻ്റെയും ഓഡിറ്റിങ്ങിൻ്റെയും കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ പോവാണ്. പർജിങ് ഓഡിറ്റിംഗ് എന്നും പറയുന്ന ഒരു കമ്പനിയിലെ എല്ലാ ഡ്രോയിങ്ങും നമ്മൾ ഫിനിഷ് ചെയ്തതിന് ശേഷം അവസാനം ചെയ്യുന്ന പരിപാടികളാണ് പർജിങ് ഓഡിറ്റിങ്ങും. പർജിങ് ബേസിക്കലി നമുക്ക് ലെയറൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അൺവാണ്ടഡ് ആയിട്ട് ഒരുപാട് ലെയേഴ്സൊക്കെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് ഓട്ടോകാഡ് തന്നെ നമുക്ക് വേണ്ടി ഡിലീറ്റ് ചെയ്ത് തരും. അതാണ് പർജിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതുപോലെ ഓഡിറ്റിങ് ഒരു ഡ്രോയിങ്ങിലെ എറർ എല്ലാം കൂടെ കണ്ടുപിടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് ഓഡിറ്റിംഗ് പരിപാടി നമ്മൾ ഓൺ ദ കോഴ്സ് ഓഫ് വർക്ക് നമ്മൾ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അത് ആഴ്ചയിലൊരിക്കൽ കമ്പനികളിൽ ഓഡിറ്റിംഗ് ചെയ്യും. ഡ്രോയിങ് ഓഡിറ്റിംഗ് ചെയ്ത് അതിൻ്റെ എറേഴ്സൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യും. അതേസമയം പർജിങ് ഏറ്റവും ലാസ്റ്റ് ഫൈനലി സബ്മിഷന് മുമ്പാണ് നമ്മളെ ഡ്രോയിങ്ങിൻ്റെ പർജിങ് ചെയ്യണതിൻ്റെ കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫയൽ സൈസ് വലിയ ഡ്രോയിങ്ങിൻ്റെയൊക്കെ ഫയൽ സൈസ് MB സൈസിനൊക്കെ വലുതായിരിക്കും. അത് നമുക്ക് കുറയ്ക്കാനും പിന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ലെയേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തതിനെ ഡിലീറ്റ് ചെയ്യാനാണ് പർജിങ് യൂസ് ചെയ്യണം. ഓഡിറ്റിംഗ് എറർ ക്ലിയർ ചെയ്യാനാണ് യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ അതാ കാണിക്കാൻ പോകുന്ന ഞാൻ നേരത്തെ എടുത്ത ഡ്രോയിങ്ങിൽ 2 ലെയറേ ഉള്ളൂ. ഡെഫ് പോയിൻ്റ് ലെയർ അത് അനോട്ടേഷൻ ഡയമെൻഷൻ ചെക്ക് ചെയ്തുകൊണ്ട് ഡെഫ് പോയിൻ്റ് ലെയറും വന്നു. പിന്നെ 0 എന്ന് പറഞ്ഞൊരു ലെയറേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി എങ്ങനെയാണ് ഇതിൽ വേണ്ടാത്ത ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിതൊരു റൂമിൻ്റെ സ്പേസ് പോലെയാണ് വരച്ചിരിക്കുന്നത്. ഡോറിൽ വിൻഡോ ഒന്നുമില്ല. ജസ്റ്റ് ആ റെക്റ്റാങ്കുലർ സ്പേസിനകത്ത് എനിക്ക് കുറച്ച് ലൈറ്റ് വയ്ക്കണം. അപ്പം ഞാൻ ഇലക്ട്രിക്കലിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഇതാണ് ഒരു ലൈറ്റ്, ഒരു പാനൽ ലൈറ്റ് സെലക്ട് ചെയ്യാൻ പോകണം. ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഞാൻ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് അടിക്കാൻ പോകണം. കോപ്പി ടു ക്ലിപ്പ് അടിച്ചതിന് ശേഷം ഞാൻ നേരത്തെ ചെയ്ത ഇവിടെ എനിക്കത് കൊണ്ടെത്തിക്കണം. പേസ്റ്റ് അടിക്കുകയാണ്. പേസ്റ്റ് അടിക്കുമ്പോൾ അത് ഒരുപാട് വലിയ ലൈറ്റായി പോകും. അതിനെ ഇങ്ങനെ എടുത്തിട്ട് സ്കെയിൽ അമർത്തി അതിനെ ഞാൻ തീരെ ചെറിയൊരു ലൈറ്റായിട്ട് കൊണ്ട് വച്ചു. കാര്യം ഇതൊന്നുമല്ല, ഞാൻ കാണിച്ചു തരാം. ഇനി മൂവ് അടിക്കുക, ലൈറ്റിനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കുക. ഇവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് പോയി. ഗൈസ് കണ്ടോ, ഞാൻ പാനൽ ലൈറ്റ് കൊണ്ടുവച്ച്. അതുപോലെ തന്നെ എനിക്ക് വേറെ ഒരു 2 കൂടെ വേണം. ഇനി ഞാൻ ലൈറ്റിന് പകരം വേറൊരു ഒരു സ്മോക്ക് ഡിറ്റക്ടർ സെലക്ട് ചെയ്യാണ്. കോപ്പി ടു ക്ലിപ്പ് ബോർഡ്, പിന്നെ ഈ ഡ്രോയിങ്ങിൽ കൊണ്ടുപോയിട്ട് അത് പേസ്റ്റ് ചെയ്യാൻ പോകണം. അതുകൊണ്ടാ സ്മോക്ക് ഡിറ്റക്ടർ വെച്ച് പിന്നെ ഒരു ക്യാമറയും കൂടെ എടുത്ത് കൊണ്ടുവയ്ക്കാം. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ഡോം ക്യാമറ ഉണ്ട്. ഈ ഡോം ക്യാമറ സെലക്ട് ചെയ്തിട്ട് കോപ്പി ടു ക്ലിപ്പ് ബോർഡ് അടിച്ച് നമ്മൾ ഈ ഡ്രോയിങ്ങിൽ ഞാനിത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു റെക്റ്റാങ്കുലർ റൂം സ്പേസിനകത്ത് വയ്ക്കുക എന്നാണ്. അതിന് സ്കെയിൽ ചെയ്യണം. എനിക്കിപ്പോൾ 2 കയ്യേ ഉള്ളൂ. ഒന്ന് ഞാൻ ക്യാമറ പിടിക്കുന്നു, ഒന്ന് മറ്റേത് മൗസ് അനക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇത് ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാനിനി പേസ്റ്റ് ചെയ്യണം. ആ ഡോം ക്യാമറ എനിക്കുണ്ട്. ഇതിൻ്റെ അകത്ത് സ്കെയിൽ ചെയ്ത് വയ്ക്കണം. സ്കെയിൽ ചെയ്യുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. ഇനി ഞാൻ കാണിച്ചു തരാം. നമുക്ക് 0യും ഡെഫ് പോയിൻറ്റ്സ് ലെയറും മാത്രമേ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പം ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് എനിക്ക് കോപ്പി ചെയ്ത് ഈ ഒരു ബ്ലോക്ക് ഈ 3 സാധനങ്ങൾ ലൈറ്റും ഡോം ക്യാമറ സ്മോക്ക് ഡിറ്റക്ടറും ഞാൻ കൊണ്ട് ഈ ഡ്രോയിങ്ങിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചപ്പോൾ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് അടിച്ച് കോപ്പി ചെയ്ത് കൊണ്ടുവന്നപ്പോൾ എനിക്ക് എത്രത്തോളം വേണ്ടാത്ത ലെയറും കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടെന്ന് കാണിച്ചിരുന്നതാ. ഒന്നും ചെയ്യില്ല. 0യും ഡെഫ് പോയിൻറ്റ്സ് മാത്രമേ ലെയേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ലൈറ്റ്, സീലിംഗ് ലൈറ്റ്, CCTV ക്യാമറ, ഫയർ അലാം എക്യുപ്മെൻറ്റ്, പവർ സോക്കറ്റ് എന്ന് പറഞ്ഞ് വെറുതെ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടാത്ത ലെയറും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ലെയറിനെ നമുക്ക് ഓട്ടോകാഡ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് തരും. അങ്ങനെ അതുവഴി ഫയലിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാം. അൺവാണ്ടഡ് ആയിട്ടുള്ള എറേഴ്സ് എല്ലാം നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ പർജിങ് എന്ന് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ഓട്ടോകാഡിൽ യൂസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് ഡ്രോയിങ്ങിൽ വന്നിട്ടുണ്ട്. ഇനി പർജിങ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. പർജ് ചെയ്യാൻ ആദ്യം PURGE പർജ് ഓപ്ഷൻ അടിക്കുക. അപ്പോൾ പർജിങ്ങിൻ്റെ ഡയലോഗ് ബോക്സ് വരും. അതിൽ നമുക്ക് പ്രധാനമായിട്ട് 2 സെക്ഷൻ കാണാം. പർജബിൾ ഐറ്റംസും ഫൈൻഡ് നോൺ പർജബിൾ ഐറ്റംസ്. നോൺ പർജബിൾ ഐറ്റംസ് എന്തുകൊണ്ട് പർജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള റീസൺ നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ കാണാം. ഒരു ഡയമെൻഷൻ സ്റ്റൈൽ എന്തുകൊണ്ട് പർജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാണാം. അതിന് പകരം നമുക്ക് ഇപ്പോൾ പർജബിൾ ഐറ്റംസിൽ പോകാം. അപ്പം ഇത്രയും ഐറ്റംസ് നമുക്ക് പർജ് ചെയ്യാം. ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ ഓൾ ഐറ്റംസ് ചെക്ക് ചെയ്യുക, ബ്ലോക്സ്, ലെയേഴ്സ് ഒക്കെ നമുക്ക് പർജ് ചെയ്യാൻ പറ്റും. ഡയമെൻഷൻ സ്റ്റൈൽ പർജ് ചെയ്യാം, മെറ്റീരിയൽസ് പർജ് ചെയ്യാം. ഇതിന് ശേഷം
പർജ് നെസ്റ്റഡ് ഐറ്റംസ്, പർജ് ഓർഫൺ ഡാറ്റ എല്ലാം കൊടുത്തതിന് ശേഷം ഇനി ഇതാണ്ട ലേയേഴ്സ്. ഒന്നും ചെയ്യണ്ട, നേരെ പോയി പർജാൾ കൊടുക്കുക. പർജാൾ കൊടുത്തതിന് ശേഷം പർജ്ഡ് ചെക്ക് ഐറ്റംസ് ക്ലിക്ക് ചെയ്യുക. പർജാൾ